നിങ്ങൾക്ക് ബേസിക് ആയിട്ട് രണ്ട് കാര്യങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ആവാൻ പറ്റും. ഗൂഗിളിൽ നിന്ന് PDF ഡൗൺലോഡ് ചെയ്തിട്ട് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളൊരു പുതിയ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതും അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ചാനൽ എങ്ങും എത്താതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലാണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സാധാരണക്കാരായ പല ആൾക്കാരും യൂട്യൂബിൽ സക്സസ് ആയതിനു ശേഷം അവരുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ പറയുമ്പം നമുക്കത് ഭയങ്കര മോട്ടിവേഷൻ ആവാറുണ്ട്. അപ്പം നമുക്ക് ഒരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്താൽ എന്താന്ന് ചിന്തയും വരാറുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ 3 രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, നമുക്കൊരു ചാനൽ തുടങ്ങാം, പക്ഷെ നാളെ ആവട്ടെ, അല്ലെങ്കിൽ പിന്നാവട്ടെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു കണ്ടന്റ് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തള്ളി തള്ളി അങ്ങോട്ട് നീക്കി വെച്ച് പോകുന്ന ആൾക്കാർ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു, കുറച്ച് വീഡിയോസ് ഒക്കെ വല്ലപ്പോഴും ഒക്കെ ഇട്ടു, ചാനൽ കാര്യമായിട്ടുള്ള റീച്ചും വ്യൂസും ഒന്നും കിട്ടാത്തത് കൊണ്ട് അത് ഉപേക്ഷിച്ചു പോകുന്ന കുറച്ച് ആൾക്കാർ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഒരു വീഡിയോ കണ്ടു, മോട്ടിവേറ്റഡ് ആയി, ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അവരപ്പം തന്നെ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനി എന്ത് കണ്ടന്റ് ഇടും എന്നുള്ളതിനെ കുറിച്ചൊന്നും അവർ ബോധേഡ് അല്ല. അവർ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഞാൻ ഇന്ന് തൊട്ട് ഞാനത് ഇട്ട് തുടങ്ങുകയാണ് എന്ന് വിചാരിച്ചിട്ട് അവരതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു. അവർ ഈ വ്യൂസ് ഒന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല, അവർ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാര് ഒരു 5% ആൾക്കാർ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ആരും ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം അച്ചീവ് ചെയ്തവരല്ല. സക്സസ് ആയ എല്ലാ ആൾക്കാരുടെയും പിന്നിൽ നല്ല കഷ്ടപ്പാടിന്റെ കഥയാണുള്ളത്. അപ്പൊ നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം, അതിൽ സക്സസ് ആവണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഫുൾ വീഡിയോ വാച്ച് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഞാനും എന്റെ ചാനലിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് എനിക്ക് ഇവിടം വരെയെങ്കിലും എത്താൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് യൂട്യൂബിൽ ഉറപ്പായിട്ടും സക്സസ് ആവാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ എന്റെ ചാനൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫോളോ ചെയ്തു പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആൻസി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഹൈപ്പ് ഓപ്ഷൻ എനേബിൾ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ പുതുതായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കോ, ട്രൈപോഡ്സോ, റിംഗ് ലൈറ്റോ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് രണ്ട് കാര്യങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ, രണ്ടാമതായിട്ട് പേഷ്യൻസോടുകൂടി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മനസ്സ്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ആവാൻ പറ്റും. നമ്മളാരും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ഇതെല്ലാം പഠിച്ചിട്ടും അല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നിങ്ങളൊരു വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാം. അതിനിപ്പം അപാരമായ എഡിറ്റിങ്ങോ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൽ നിന്ന് ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. എല്ലാം പഠിച്ചതിന് ശേഷം വീഡിയോസ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. അതൊക്കെ വഴി അങ്ങ് ശരിയായിക്കോളും എന്നൊരു മൈൻഡോട് കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തു, അത് കഴിയുമ്പോൾ ഒരു പ്രശ്നമാണ്, എന്ത് വീഡിയോ ചെയ്യും? നിങ്ങൾക്ക് എന്തിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് വെച്ചിട്ട് വീഡിയോസ് ചെയ്യാം. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം, അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്ക് നല്ല രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ അറിയുന്നവരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് വീഡിയോ ചെയ്യുന്നവരായിരിക്കും, വ്ളോഗ്സ് ഇഷ്ടമുള്ളവരായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇഷ്ടത്തോടുകൂടി വീഡിയോസ് ചെയ്യാം. നമ്മളെപ്പോഴും റിയൽ ആയിട്ട് ഇരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മിക്സഡ് കണ്ടന്റ് ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പല കണ്ടന്റുകളും ട്രൈ ചെയ്ത് നോക്കാം. അതിൽ നിന്ന് ഒരു ആവറേജ് വ്യൂസ് ഏത് കണ്ടന്റിനാണെന്നോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആ കണ്ടന്റ് ഫോക്കസ് ചെയ്ത് വീഡിയോസ് ചെയ്യാം. അപ്പൊ ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിത് എവിടുന്ന് തുടങ്ങണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. ഗൂഗിളിൽ നിന്ന് PDF ഡൗൺലോഡ് ചെയ്തിട്ട് അതേ സ്ലൈഡായിട്ട് വീഡിയോ ചെയ്ത് അതിന് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടായിരുന്നു ഞാൻ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എവിടുന്ന് തുടങ്ങണം എന്ന് അറിയാൻ വയ്യ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. പിന്നീട് പോവുകയാണ് ഞാൻ എൻ്റെ കണ്ടന്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചത്. എനിക്ക് ആദ്യം കണ്ടന്റിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കിച്ചൺ ടിപ്സ്, ഹെൽത്ത് ടിപ്സ്, മോട്ടിവേഷൻ, പെറ്റ്സ് വീഡിയോ, എന്റർടൈൻമെന്റ് വീഡിയോ, അങ്ങനെ പല കണ്ടന്റും ഞാൻ മാറ്റി എന്റെ ചാനലിൽ പരീക്ഷിച്ചു നോക്കി. പിന്നീടാണ് ഞാൻ എൻ്റെ ടേസ്റ്റ് എന്തിലാണെന്ന് തന്നെ മനസ്സിലാക്കിയത്. പിന്നീട് അതുപയോഗിച്ച് ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഷോർട്ട് വീഡിയോസ് ഞാൻ എന്റർടൈൻമെന്റ് വീഡിയോസിൽ തന്നെ ഫോക്കസ് ചെയ്തു. അങ്ങനെ എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കിട്ടി.
ഈ എന്റർടൈൻമെന്റ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വഴിതെറ്റിയാണ് യൂട്യൂബ് ടിപ്സിലേക്ക് വന്നത്. ഷോർട്ട് വീഡിയോസ് ഞാൻ എന്റർടൈൻമെന്റും, ലോങ് വീഡിയോസ് ഞാൻ ഇപ്പോൾ യൂട്യൂബ് ടിപ്സും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ഞാൻ എൻ്റെ ഇഷ്ടത്തോട് ചെയ്യുന്നതാണ്. യൂട്യൂബ് ടിപ്സ് ഞാൻ യൂട്യൂബിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടന്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പല കണ്ടന്റും നിങ്ങൾ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്തതായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ലോങ് വീഡിയോസ് ഇടണോ ഷോർട്ട് വീഡിയോസ് ഇടണോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. യൂട്യൂബ് ഷോർട്ട് വീഡിയോയ്ക്ക് റെക്കമെൻഡേഷൻ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യാനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയാണ് ഷോർട്ട് വീഡിയോസ് ഇടുക എന്നുള്ളത്. നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഷോർട്ട് വീഡിയോസ് ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എപ്പോഴും ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പം നിങ്ങളിങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് 3 minutes വരെയുള്ള വീഡിയോസ് ഇടാം. 3 minutes താഴെ നിങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്താലും അത് ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബ് പരിഗണിക്കത്തുള്ളൂ. അടുത്തൊരു പ്രോബ്ലം ആണ് എത്ര ലെങ്തിലുള്ള വീഡിയോസ് ചെയ്യണം. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 30 സെക്കൻഡിന് അകത്തുള്ള ഷോർട്ട് വീഡിയോസ് ചെയ്യുക. എന്താന്ന് വെച്ചാൽ 3 minutes ഉള്ള വീഡിയോസ് ചെയ്യാമെങ്കിൽ പോലും അത്ര നല്ല കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ വ്യൂവേഴ്സ് ഫുള്ള് വാച്ച് ചെയ്യത്തുള്ളൂ. നമ്മുടെ വ്യൂ ഡ്യൂറേഷൻ വെച്ചിട്ടാണ് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് എത്രയും ലെങ്ത് കുറയ്ക്കാമോ അത്രയും ലെങ്ത് കുറയ്ക്കുക. ഞാൻ എൻ്റെ ചാനലിൽ 10 to 12 സെക്കൻഡ് ഉള്ള ഷോർട്ട് വീഡിയോസ് ആണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡിനകത്ത് ഒരു 10 to 12 സെക്കൻഡ് ഉള്ള ഷോർട്ട് വീഡിയോസ് ചെയ്യാം. ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 minutes അകത്തുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ 5 minutes വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അതിൽ വ്യൂസ് ഒക്കെ കിട്ടി തുടങ്ങിയതിന് ശേഷം 8 minutes വീഡിയോസ് ചെയ്യാം. അതിനുശേഷം കുറച്ചുകൂടെ ഒക്കെ റീച്ച് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിന് മുകളിൽ ലെങ്ത് ഉള്ള വീഡിയോസ് ചെയ്താൽ മതിയാകും. അടുത്ത പ്രശ്നമാണ് ഏത് സമയത്ത് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ വ്യൂവേഴ്സിനനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോസ് ഏത് സമയത്താണ് റീച്ച് ആവുന്നത് എന്നുള്ളത്. നിങ്ങൾ വീട്ടമ്മമാരെയൊക്കെ ഉദ്ദേശിച്ചിടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്ക് ശേഷം, വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷം ഇടുന്നതായിരിക്കും നല്ലത്. അത് 7 മണിക്ക് ശേഷം ഇടാനും പാടില്ല. അവരൊക്കെ കൂടുതൽ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ 7 മണിക്കൊക്കെ ശേഷം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിന് റീച്ച് ചെയ്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ കാണുന്ന ഒരു കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ 7 മണിക്ക് ശേഷം ഇടുന്നതാണ് നല്ലത്. എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്ക് ശേഷമാണ് ഇടുന്നത് നല്ലത്. ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വ്യൂവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ YT സ്റ്റുഡിയോയിലെ അനലറ്റിക്സ് ചെക്ക് ചെയ്താൽ നമുക്കിതൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം YT സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷനും കൂടെ ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഒരു പെർഫോമൻസ് ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ തന്നെ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് YT സ്റ്റുഡിയോ. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ ഒരു പെർഫോമൻസും നമ്മുടെ ഓരോ മന്തിലെ പെർഫോമൻസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ അനലറ്റിക്സ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ CTRഉം ഓഡിയൻസ് റിട്ടൻഷനും വ്യൂ ഡ്യൂറേഷനും ഒക്കെ നമുക്ക് YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും എൻഡ് സ്ക്രീനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം. ചാനൽ സെറ്റിംഗ്സിന്റെയും വീഡിയോ ഒപ്റ്റിമൈസേഷന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ബേസിക് ആയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.